അപ്പോൾ ഇന്നത്തെ കറി വെള്ള ആവോലി മുളക് വറ്റിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഇന്ന് ഉണ്ടാക്കുന്നത് വൈഫാണ്, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചട്ടിയിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മസാല ഇവിടെ ചെറുതായിട്ട് വെള്ളം ചേർത്ത് നേരിയ ഒരു കുഴമ്പ് പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ 3 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലി, പിന്നെ അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, ഇത് 3 ഐറ്റം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. ഇന്നത്തെ കുക്കിങ് വൈഫ് പോയാണ്. അപ്പോൾ അതിലേക്ക് കറിയിലെ പുളിക്ക് ആവശ്യമായ കുടംപുളിയാണത്. കുടംപുളി ചേർത്തിട്ടുണ്ട്. ഒരു 3 പീസാണ് ചേർത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ വെളുത്തുള്ളി അച്ചാറാണ്. ഞാൻ കുപ്പിയിലേക്ക് മാറ്റിയതാണ്, നിങ്ങൾക്ക് കാണാം. ഞാനിതുവരെ എടുത്തിട്ടില്ല, കുറച്ച് ഒരാഴ്ചക്കായിട്ട് എടുക്കത്തുള്ളൂ. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല സൂപ്പറാണ്. ചൂടായതുകൊണ്ട് കടുക് ചേർക്കുവാണ്. അടുത്ത എന്തായിരിക്കാനും കുറച്ച് ഉലുവ ചട്ടിയൊന്ന് മൂടി വയ്ക്കുക. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അടുത്ത് എന്തായിരിക്കും? കറിവേപ്പിലയാണ് അടുത്ത് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് 2 ദിവസം ഇതേമാതിരി മീൻ മുളക് വറ്റിച്ച് വെച്ചായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞ ഷാപ്പിലെ കറി എന്നൊക്കെ പറയാം. അപ്പം അതുകൊണ്ട് ഇന്നും അത് തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. എന്നാൽ പിന്നെ അത് വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എടുത്തു വെച്ച മസാല ചേർക്കണം. മസാലയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. മസാല ചേർക്കാമെന്ന് മാത്രമുള്ളതല്ല, മസാല ശരിക്ക് ചട്ടിയിൽ കിടന്ന് നന്നായിട്ട് കുറുകണം. അത് കുറുകി വരുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടി വരുന്നത്. സാധാരണ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ലൈവാണ് ഇടാറ്. അതുകൊണ്ട് കാര്യമായ എഡിറ്റിങ്ങൊന്നും കാര്യങ്ങളൊന്നും ചേർക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കാണുന്ന നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻസ് ഇടാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികളൊക്കെ ഞങ്ങൾ മേടിച്ചു. ഇത് റോസ്മേരി. ഇതിൻ്റെ ഇല നല്ല സ്മെല്ലാണ്. ആയുർവേദ ചെടിയാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ തലയിൽ അതിനെ നീരരിച്ച് പറ്റി കഞ്ഞി മുടി നന്നായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് മക്കൾ മേടിച്ചു തന്നതാണ്, ചൈനീസ് ബാമ്പു. ഇതൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതൊക്കെ കാണിച്ചിരുന്നു. പിന്നെ ഇത് മണി പ്ലാന്റ്. അപ്പോൾ നന്നായിട്ട് ഗ്രേവി നന്നായിട്ട്
കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചാറിനാവശ്യമായ ചൂടുവെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് ചൂടുവെള്ളം ചേർക്കുമ്പോൾ നമുക്ക് മസാല എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം അതനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നേരത്തെ അരപ്പെടുത്തായിരുന്നതിൻ്റെ ആ പാത്രം ഒന്ന് കഴുകി ഒഴിച്ചതാണ്. നോക്കാം എന്തോരം വെള്ളമാണ് ചേർക്കണേന്നുള്ളത് നമുക്ക് നോക്കാം. മതിയാവില്ല. അപ്പോൾ എനിക്കതിനൊരു 1.5 കപ്പ് വെള്ളം അതായിരിക്കും എൻ്റെ അളവെന്ന് തോന്നുന്നു. ഉപ്പ് ഇപ്പോഴല്ല മീനിട്ടിട്ട് തിളച്ചിട്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉളുമ്പളവും. ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് മീനിട്ടതിന് ശേഷമാണ് ഇടുന്നത്. ഉപ്പ് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ ഉളുമ്പ് ഇളകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത് മീൻ ചേർത്ത് കൊടുക്കാം. വെള്ള ആവോലിയാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. കിലോയ്ക്ക് 5.5 ദിനാറ് അതിൻ്റെ വില, ഇന്നത്തെ വില. അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ നമുക്ക് ചാറിലൊന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ ഒന്ന് ഒതുക്കിയിട്ട് കൊടുക്കാം. കഷ്ണമിട്ട് കറി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ തവിയിട്ട് ഇളക്കാതിരുത്. ജസ്റ്റ് ചട്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കഷ്ണങ്ങളെല്ലാം അതേമാതിരി കിടന്നോളും, ഇളകത്തില്ല. അല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം വെന്ത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഉപ്പ് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി കറി പാകാതിന് ശേഷം ബാക്കി ഭാഗം. ഇപ്പോൾ കറി മീനൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് മീനൊക്കെ ശരിക്ക് വെന്തോന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊരു സുഖം തോന്നില്ല. അപ്പോൾ ഞാനൊരു 2-3-4 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം കറി ഓഫ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ മാതിരി കറി ഓഫ് ചെയ്തു. എന്താ ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ചാറൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണതെന്ന് കാണാം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻസും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.